ഈ ക്യാമറ ഒരാൾ സൃഷ്ടിച്ചോണ്ടല്ലേ സാർ അതിരിക്കുന്നത് ഇവിടെ? അല്ല, പിന്നെ അതിനകത്തിരിക്കുന്ന എല്ലാ സാധനവും ഇവിടെ ഉള്ളതാ. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതിനകത്ത് ഇരുമ്പ് മാറ്റി, അതിനകത്തെ കോപ്പർ മാറ്റി, അതിനകത്ത് രൂപമാറ്റം മാത്രമേ. അപ്പൊ ഈ കോപ്പറും ഇതും എല്ലാം ആരും ഉണ്ടാക്കിയിട്ടില്ല, ഉള്ളതാണത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞു. ഇവനൊക്കെ എവിടുന്ന് വരുന്ന? ഞാനൊരു കാര്യം പറയട്ടെ സാർ, ഇപ്പൊ സാറ് പറഞ്ഞ അതിന്റെ അകത്തുള്ള ക്യാമറയുടെ അകത്തുള്ള ഇരുമ്പ് ഒരു ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയല്ലേ? പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ അല്ല. പിന്നെ എങ്ങനെ ഇരുമ്പ് ഉണ്ടാകുന്നത്? ഇവിടെ ഉള്ളതാണത്. ഇരുമ്പ് ഇവിടെ ഉള്ളതായിരിക്കും. അങ്ങനെ മര്യാദക്ക് പറ. ഓൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാൻ കേട്ടാ. രൂപമാറ്റം വരാൻ പറ്റും, ഇല്ലാതാകാൻ പറ്റത്തില്ല. താന് തിന്ന സാധനം താനായി മാറി തന്നെ തിന്നുന്ന സമയത്ത് അതായി മാറുക എന്നുള്ളത് മാറ്റമേ ഉള്ളു. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. ഒരു 1000 വർഷം മുമ്പ്, അല്ലെങ്കിൽ 5000 വർഷം മുമ്പ്, അല്ലെങ്കിൽ 50,000 വർഷം മുമ്പ് ഒരു കൂട്ടം അഡൽട്ട് നമ്മൾ പറയുന്ന പ്രായമായവർ ഇരിക്കുകയാണ്. അപ്പൊ ഒരു കുട്ടി ഓടി വന്നിട്ട് മാങ്ങ താഴോട്ട് വീഴും, മഴ താഴോട്ട് വീഴും. ചന്ദ്രൻ എന്താ താഴോട്ട് വീഴാത്ത? അച്ഛനും അമ്മയാണ്, അല്ലെങ്കിൽ പ്രായമായവരാണ് അവര്. അവർക്ക് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. എന്നെന്തിനാടാ ഇതിന്റെ പിടിച്ചിടുന്നത്? അപ്പൊ അവര് പറയും അത് ഒരുത്തൻ ആണി അടിച്ചു വെച്ചതാന്ന് പറയും. ഇതിനാടാ പാവത്തിനേക്ക് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം. തൽക്കാലം ആരോടും പറയണ്ട. ഇവ ഓടിപ്പോയിട്ട് അവന്റെ കൂട്ടുകാരോട് പറഞ്ഞ ഇത് ആണി അടിച്ചു വെച്ചതാ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല, ഒട്ടുമില്ല. എല്ലാവർക്കും മനസ്സിലായി. കുറച്ചു നേരം കഴിഞ്ഞായിരിക്കും ഒരാൾ ചോദിക്കുന്നത്, അല്ല അത് ആരാ ഈ ആണി അടിച്ചത്? അപ്പൊ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ഈ ചോദ്യം വരുമ്പോഴാണ് ഇനി ചോദിക്കരുതെന്ന് പറയുന്നത്. വേറെ അത് ചോദിച്ചൂടാ, ദൈവത്തിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചൂടാന്ന് പറയുന്ന ഉത്തരം പറയാൻ ബാധ്യത വരുന്ന അങ്ങനെ. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം. അങ്ങനെ പഴയ കാലത്ത് അവർക്ക് അറിഞ്ഞുകൂടാതിരിക്കുമ്പോ തന്നെ അവർ ഉത്തരം പറയാൻ ബാധ്യത വന്നുകൊണ്ട് പറഞ്ഞ ഉത്തരങ്ങളാണ് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയൊക്കെ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?